നമ്മളെ പഠിപ്പിക്കാനാ ചെക്കൻ വരുന്നത്. എന്താ കഥ, നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കണം. ഇവനൊക്കെ ആരാ? ബാംഗ്ലൂർ പോയിട്ട് എന്തോ സംഭവം നോട്ട് വന്നിരിക്കുക. അയ്യ അമ്മന്റെ പൊങ്ങച്ചു അങ്ങനെ തന്നെ ഉണ്ട് ചെക്കന്. അവന് കുറ്റം പറയാൻ അറിയില്ല. നമ്മള് മാലിന്യന്റെ പശു അല്ലേ? ആ മാലിന്യന്റെ പശു അവളെ കുറി കിട്ടിയിട്ട് വാങ്ങിച്ചല്ലേ അത്? കുറിയോ? എനിക്ക് തോന്നുന്നില്ല, വല്ല എന്തെങ്കിലും വിറ്റിട്ട് വാങ്ങിയതായിരിക്കും. ഒന്നും അല്ല, എനിക്കറിയായിരുന്നു ആ കുറി വിളിച്ചിട്ട് കിട്ടിയതാ, വാങ്ങിയതാ. നിന്റെ വളയം എവിടെ പോയി? ലോക്കർ കൊണ്ടുവച്ചിരിക്കുന്നു. ലോക്കറിലാ? ഒരു വളയോ? വീട്ടിൽ വെച്ചാ സേഫ് അല്ലാന്ന് പറഞ്ഞിട്ട്. ഓ, ഇപ്പൊ സ്വർണത്തിന് വില കൂടിയ കാരണം കള്ളന്മാര് വരും പറഞ്ഞിട്ടാണല്ലേ? ഞാനൊന്നും ലോക്കറിൽ വെച്ചില്ലേ. നമുക്ക് ഈ പ്രായത്തിലും ലോക്കറിലേക്ക് ഒന്നും ഇടാൻ പറ്റൂല. അപ്പൊ ഞാൻ അവന്റെ മുമ്പിൽ ഇങ്ങനെ മറച്ചാണ് നടക്കുക. ഞാനൊന്നും ലോക്കറിൽ വെക്കല്ല. എന്താ അറിയോ, സ്വർണത്തിന് വില കൂടിയതാണ്. നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് ഇട്ട് നടക്കാൻ പറ്റുള്ളൂ. ആ ഇട്ട് നടക്കുന്ന സമയത്ത് ഇട്ട് നടക്കണ്ടേ? നമുക്കെന്നാ പോവാ. ചില ആൾക്കാർക്ക് ഭയങ്കര പൊങ്ങച്ചു വേണേ. അഖിൽ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഇതാരാ അമ്മായിമാരോ? ഞാൻ വന്നിട്ട് കുറച്ചു ദിവസമായി. ഞങ്ങൾ സത്യഭാമനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാ. എവിടെ അവള്? അമ്മ ഹോസ്പിറ്റലിൽ പോയതാ. ഇപ്പൊ പോയതുള്ളൂ. അല്ല, നിങ്ങളോട് പറഞ്ഞില്ല? ഹോസ്പിറ്റലിൽ പോയതാ, നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലേ? അല്ലെങ്കിൽ മോനെ, നിന്റെ അമ്മ ഇപ്പൊ ഒരു കാര്യം ഞങ്ങളോട് പറയലില്ല. ഒക്കെ എന്തോ ഒരു വലിയ ആൾക്കാരെ പോലെ കാണിക്കല്ലേ. നിലയൊക്കെ മാറുമ്പോ പെങ്ങന്മാര്, എന്നാലും അച്ഛന്റെ പെങ്ങന്മാരല്ലേ. എന്നാലും നമുക്ക് അവിടെ വന്നിട്ട് പോവാം. ഞങ്ങള് ഇരിക്കാം, വന്നിട്ട് പോവാം. മോൻ വർക്ക് ചെയ്തോ? എന്നാ പിന്നെ അമ്മായിമാരിക്കും. എനിക്ക് കുറച്ച് വർക്ക് കൂടെ തീർക്കാനുണ്ട്. ഞാനിപ്പോ ഈ വർക്ക് ഫ്രം ഹോം എടുത്തോണ്ടേ രാവിലെ മക്കൾ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഒരു അരമണിക്കൂർ പെട്ടെന്ന് തീർത്തിട്ട് വരാം. വർക്ക് ഫ്രം ഹോം എടുത്തതാ? കൊറേ പേര് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല വരുമാനം ഉണ്ട് തോന്നുന്നു മോനെ ഇതിനൊക്കെ. അവിടത്തെ കാളും പോയി വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ കിട്ടുമോ? എങ്ങനെയാത്? അമ്മായിമാരെ, ഓഫീസ് ചെല്ലുകയാണെങ്കിലും കഷ്ടപ്പെട്ട് പണിയെടുക്കണം, എന്നാലും ശമ്പളം കിട്ടുള്ളൂ മാസം മാസം. വീട്ടിലാണെങ്കിൽ അത് തന്നെ, കഷ്ടപ്പാടിന് കുറവൊന്നുമില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആരും മാസം ഇങ്ങനെ സാലറി അല്ലല്ലോ. അല്ല, ചായ ഞാനിട്ട് തരണോ അത് നിങ്ങൾ ഉണ്ടായിക്കോളോ? ചായ ഒക്കെ നമ്മൾ ഉണ്ടാക്കാം. മുമ്പേക്കോ? ആ, എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇരിക്കട്ടോ, അമ്മ ഇപ്പൊ വരുമായിരിക്കും. എന്താ ഒരു അവസ്ഥയാ, വെറുതെ ഇരുന്നാ മതി വീട്ടില്. ഇങ്ങനെയാണല്ലേ, ഇതിൽ കമ്പ്യൂട്ടറിൽ ഇരുന്നാ മതിയല്ലോ, നല്ല പൈസ, ഇഷ്ടംപോലെ പൈസ തരുമല്ലേ. അങ്ങനെ നമ്മുടെ അടുത്ത ഒരു ജാനകിന്റെ മോൻ ഇതല്ലേ ചെയ്യുന്നത്. ഇപ്പൊ എന്തൊക്കെ വാങ്ങിച്ചറിയോ? വെറുതെ അല്ലേ വിളിക്കത്തിരി പൊങ്ങച്ചൊക്കെ കൂടിയത്. ഇതുപോലെ വീട്ടിലിരുന്നിട്ടുള്ള പണി, അവനും വീട്ടിലിരുന്നിട്ട് പണി. പിന്നെ എന്താ അവർക്ക് അവളുടെ ഭാഗ്യം. അവിടുത്തെ പണിയൊക്കെ കളഞ്ഞിട്ട് വന്നതാ. അതിനേക്കാളും വരുമാനം ഇതിൽ കിട്ടുന്നുണ്ട്. ഇവിടെ കിട്ടും. അപ്പൊ എല്ലാവരും ഒരുമിച്ചായി. അതാണ് ഇവന്റെ അമ്മ ഈ അടുത്തായി നമ്മുടെ അടുത്ത് മിണ്ടാത്തത്. അല്ലെങ്കിൽ ഇടയ്ക്ക് അവരെ ഇവരെ ഓടി വരുന്നത്. ആര് മാറിയാലും സത്യഭാമ ചേച്ചി ഇങ്ങനെ മാറുന്ന ഞാൻ വിചാരിച്ചില്ല. എന്തിന് വലിയ പൈസയൊക്കെ ആയിക്കഴിഞ്ഞ പിന്നെ ആര് വേണം? നമുക്കിനി ഇവരിനൊക്കായാലും പൈസ ഉണ്ടാകണം. എന്നാ ഒരു ലാപ്ടോപ്പ് എടുത്ത് ഇറങ്ങുമ്പോ എല്ലാത്തിനും വീട്ടിൽ ഇങ്ങനെ ചുറ്റും ഇരുന്നാ മതിയല്ലോ. പൈസ ഒഴുകി എത്തൂല. ചെക്കൻ അവിടുത്തെ കാണും കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ട്. അതാണ് അത് ഒഴിവാക്കിയത്. അങ്ങനെ കിട്ടുമായിരിക്കും. കമ്പ്യൂട്ടർ പഠിക്കായിരുന്നു അന്ന് പറഞ്ഞു എന്നോട് ബാലകൃഷ്ണ, നീ പഠിച്ചോ. ഇനിയിപ്പോ ബാലേട്ടനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഏതെങ്കിലും നല്ല കമ്പ്യൂട്ടർ. അതും ബാലകൃഷ്ണൻ 1ാം ക്ലാസ് വരെ മുഴുവനും പോകാത്തവനാ. പിന്നെ നിന് കമ്പ്യൂട്ടർ പഠിപ്പിക്കാനുള്ള തല അങ്ങനെയൊക്കെ പറയാനുള്ള ബുദ്ധി അവനുണ്ടോ? നീ അത് വിട്, എന്നെ പൊട്ടിയാക്കാൻ നോക്കണ്ട. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് നിന്നാ മതി. വെറുതല്ല നമ്മൾ ആ കാര്യം പറയാനാ വന്ന്. നമ്മൾ രമേന്റെ കാര്യം ഇവിടെ നമ്മളോട് സംസാരിക്കാൻ വന്നല്ലേ സത്യഭാമയോട്. സത്യഭാമ ഇവിടെ ഇല്ലാലോ. രമന്റെ മകൻ എന്താല്ലേ 5 ഹോട്ടലല്ലേ വെച്ചിരിക്കുന്നത്. പോലെ അവനും പുറത്ത് ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടവനാ. അത് ആ പണി നിർത്തിയിട്ട് അത് അവിടെ നിന്ന് 1 ലക്ഷം ഉണ്ട്. ഇവിടെ ഒന്ന് ഹോട്ടൽ തുടങ്ങിയത് എത്ര ഉണ്ടാവും? 1 ലക്ഷം ഒന്നും അല്ല, കൂടുതലുണ്ടാവും. ഇപ്പൊ എത്ര ഹോട്ടലാ ചെക്കൻ തുടങ്ങിയിരിക്കണം. ഇപ്പൊ ചെക്കൻ വാരുകയാണ് എത്ര പൈസ. 5 ഹോട്ടൽ. അത് തള്ള ഇതില്ലേ, തള്ള ഒരു ഹോട്ടലിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ചങ്ങായില്ലേ കെട്ടിയ അതിനെ നിർത്തിയിട്ടുണ്ട്. അവളുടെ പൊങ്ങച്ചം കാണാൻ മരുമോളിന്റെ അനിയനെയും കൊണ്ടുവന്നിരിക്കുന്നു. കുടുംബമൊക്കെ ഭയങ്കര ഒത്തൊരുമ. എത്ര കാലത്തേക്ക് അത് പാടി ഉണ്ടാക്കണ്ട് പോകാതിരിക്കണം. ഇപ്പൊ ഇനിയിപ്പോ തമ്മിൽ തല്ലി പിരിഞ്ഞിട്ടാണോ 5 ഹോട്ടൽ തുടങ്ങിയത്? അതും പറയാൻ പറ്റില്ല. യോജിക്കുമെന്ന് പഠിച്ചു പിരിയും. അത് കാണാനാണ്, സത്യമായിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനാണ് ഞാൻ രാവിലെ എന്നെ വഞ്ചിച്ച് വാന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോട്ടി.
അല്ല ഇത് പിന്നെ ഈ ചെക്കന്റെ സ്വഭാവം അത്ര നല്ലതല്ല, പെട്ടെന്ന് ചൂടാകുന്ന ചെക്കന്. അല്ല അവൾ എന്തിനാണ്, ചെക്കൻ ഇവിടെ ഉണ്ട്, കുട്ടികളുണ്ട്, പെണ്ണ് കമ്പ്യൂട്ടർ എന്തൊക്കെയോ പഠിക്കാൻ പോകുന്നുണ്ടെന്നാണ് പോയത്. പിന്നെ ഈ തള്ള എന്തിനാണ് വയസ്സായിട്ട് ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പോയത്? അങ്ങനെ പോയിക്കൂടെ കൂടെ, അവര് വണ്ടിയില്ല ഒന്ന് കൊണ്ടുപോയിക്കൂടെ. ഇവ അത്ര നല്ലതൊന്നും അല്ല, നമുക്കറിയുന്നതല്ലേ. എത്ര കാലം നോക്കാതെ ഞാൻ കെട്ടിങ്ങോട്ടിയ ബാംഗ്ലൂരിൽ തിരിച്ചു. പെണ്ണിനെയും കൂട്ടിട്ട് പോകും, പിന്നെ ഇവിടെ ഒറ്റയ്ക്കാവും ഇവിടെ. പക്ഷെ ഇവിടെ നിന്ന് പണിയെടുത്ത് പൈസ നേടുമ്പോ എനിക്കെന്തോ ഒരു ചങ്ക് പൊട്ടുന്ന പോലെ ഉണ്ട്. എനിക്ക് അതിലേറുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല എന്നിട്ട് രമന്റെ കാര്യം, എന്നിട്ട് ആ ഹോട്ടലിൽ ഏതൊക്കെ വഴിക്ക് ബൈപ്പാസ് വന്നിട്ട് ആ സൈഡിലുള്ള ആൾക്കാരൊക്കെ കൂട്ടുന്നില്ലേ. ഇവനെന്ത് ഭാഗ്യാണപ്പാ, എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടെ. അല്ലാണ്ട് ഇപ്പൊ എപ്പോഴും എനിക്കോ ഒട്ടും വിശ്വാസമില്ല അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും. സത്യം അറിയാലോ, ഇനി മേലേന്ന് ആരെങ്കിലും ഇങ്ങനെ പൂർവ്വശക്തി എടുത്തിട്ട് വന്ന് അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കലാണ്. ഇങ്ങനത്തെ ആൾക്കാർ ഞാൻ എനിക്ക് ഇങ്ങനത്തെ കാര്യം ഞാൻ കേൾക്കൂല്ലെന്നോ എന്നോട് പറയും. അത് നീ പറഞ്ഞത് കേൾക്ക്. ഒരാള് ഒരു കുറച്ച് നന്നായി കഴിഞ്ഞാൽ ഏതൊക്കെയോ ദുർമന്ത്രന്റെ ഭാഗത്തിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ അവർ നന്നാവണ്ട, അവർ താഴ്ന്നു പോവാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണത്രേ. പറയണ്ട, കേട്ടിട്ട് എന്തോ പോലെ തോന്നുക. അങ്ങനത്തെ ഉള്ള അസൂയക്കാരികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. നമ്മക്ക് അങ്ങനെ പറയാൻ പറ്റില്ലേ, നമുക്ക് പറയണത് തന്നെ ദൂരാകുക അല്ലേ. മറ്റുള്ളവരുടെ കുറ്റം പറയാ, മറ്റുള്ളവരെ എങ്ങോട്ടാ പോണു എന്താ പോണു നോക്കി നിൽക്കുക, എന്നിട്ട് അവരുടെ ഡ്രസ്സ് പോലെ ഇടുക. അതന്നെ എനിക്ക് വേറെ നന്നാവട്ടെ, ഞമ്മന്റെ അയൽക്കാർ നന്നാവണം. എന്നാലും ലാപ്ടോപ്പിന് തന്നെ കൊടുക്കണം. നല്ലത്, നല്ല ഭംഗിയുള്ളത്. അത് പോട്ടെ, ആ ചെക്കന്റെ ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്നാൽ നമ്മുടെ കുടുംബമല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ. കുടുംബക്കാർ തീരെ നന്നാവരുത്. എന്തിനു നന്നാവണ്? ഇല്ലിപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ അവള് പോകുന്നത്. ഇപ്പൊ പോയോ? നമ്മുടെ അടുത്ത് ചോദിച്ചോ? നമ്മുടെ കൂട്ടുകെട്ടുണ്ടല്ലോ, അതിലൊന്ന് വിട്ടുപോകും നന്നായി കഴിഞ്ഞാൽ. ഒത്തൊരുമയൊക്കെ ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എനിക്കറിയില്ല എന്താ നീ ഒന്ന് ഇവന്റെ അടുത്തൊന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്ത് അവന് ഇരുത്തട്ടെ, പഠിപ്പിച്ചു കൊടുക്കാൻ പറയും. 7ാം ക്ലാസ് ആണ്, പക്ഷെ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ. നല്ല വിവരമുള്ളവനാണ് ചെക്കനെ കൊള്ളുന്നു. ഹോട്ടൽ തുടങ്ങാൻ പറഞ്ഞാലോ, നമ്മുടെ രമേന്റെ മോനെ പോലെ. അതാണെങ്കിൽ രക്ഷപ്പെടും. എന്നാ പിന്നെ എനിക്കും പോയിരിക്കും ഒരു ഹോട്ടലിൽ ഞാനും ഇരിക്കാം, അത് നല്ലത്. നിന്റെ ഭർത്താവ് ഒരു ഹോട്ടലിൽ ഇരിക്കാം. ഞാനും പക്ഷെ അവിടെ പോയി ഭക്ഷണം കഴിക്കില്ല കേട്ടോ. ഇന്നലെ ഞാൻ ബാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, രമേന്റെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിട്ട് വരട്ടെ, ഒന്നും ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പട്ടിണി കിടന്നാലും സാരില്ല, അവളെ കച്ചവടം കിട്ടൂലേ. അത് കിട്ടും അത് വേണ്ട. പിന്നെ ദൂരെയുള്ള ആൾക്കാരുടെ ഹോട്ടലിൽ വാങ്ങിയാലും നമ്മുടെ അടുത്ത് ആരെങ്കിലും പീടിയ വെച്ച് കഴിഞ്ഞാലേ അവരുടെ പോയി 10 രൂപ സാധനം നമ്മൾ വാങ്ങരുത്. ആ പൈസ അവർക്ക് കിട്ടും, നന്നാവും അവര്. ദൂരെ ഹോട്ടലിൽ പോയിട്ടേ ഓർഡർ ചെയ്ത് വാങ്ങിക്കഴിക്ക്. എന്നിരുന്നാലും അടുത്ത ഹോട്ടലുകാർക്ക് നമ്മുടെ 10 രൂപ അവർ കൊടുക്കും. രാകേഷിനൊരു സ്വഭാവമുണ്ട്, രാത്രി ആ പെണ്ണിനെയും കൂട്ടി പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം വാങ്ങാൻ. ഞാൻ നന്നായിട്ട് പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരന്റെ അച്ഛനല്ലേ, ചെക്കനെന്താ ഇങ്ങനത്തെ മക്കളെ വിവരമില്ലാത്ത മക്കള് പറഞ്ഞാലേ ഇല്ല വിവരമില്ലാത്ത മക്കൾ അന്നത്തെ കാലത്ത് അവർ നന്നാകട്ടെ. നമ്മളൊരു കാര്യം പറയാൻ പറ്റില്ല. അമ്മ എന്തിനാ അവരുടെ വർത്താനം പറയണം. നമ്മളവർക്ക് നല്ലതായിരിക്കും നമ്മൾ പറയുന്നത്. അത് കാരണം നമ്മുടെ അടുത്ത് ആരെങ്കിലും നമ്മുടെ അയൽക്കാർ പീടി തുടങ്ങി അവിടുന്ന് ഒരു സാധനം വാങ്ങരുത്, അവർ നന്നായി പോകും. പക്ഷെ 5 ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ ചില്ലറ പൈസ ആയിരിക്കില്ല. നാട്ടുകാര് പൈസ എവിടെ കൊണ്ട് വെക്കുന്നത്? ബാങ്കിൽ ഡിപ്പോസിറ്റ്, അമ്മന്റെ പേർക്ക്, അച്ഛന്റെ പേർക്ക്, കുട്ടികളുടെ പേർക്ക്, ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ പേർക്കൊക്കെ അവർ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വീടൊക്കെ അവൾ നന്നാക്കിയില്ലേ, പത്രാസ് കാണണം അവളുടെ. ഇത്രയും വലിയ ചെയിനൊക്കെ ഇട്ടിട്ട് അപ്പൊ നടക്കല്. എന്താണ്, കള്ളന്മാര് വരില്ലേ? ആ ഒരു ബോധം. നമ്മളെല്ലാം ലോക്കറിൽ കൊണ്ട് വെച്ചു. എന്റെ രാകേഷാണെ സമ്മതിക്കില്ല ഇടാൻ വേണ്ടി. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ അങ്ങനെ മറിച്ചിട്ടാണ് പോകുന്നത്. അപ്പൻ്റെ അച്ഛൻ ചോദിക്കൊക്കെ ചെയ്യും. അയ്യോ പൊങ്ങച്ചു വന്നല്ലേ. ഞാൻ പൊങ്ങച്ചം കാണിക്കാനല്ലേ പറഞ്ഞ, ഇല്ലാത്ത ആൾക്കാര് പറയും ഇങ്ങനെ എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ലേന്ന്. നീ ഏത് കളി ലോക്കറിലാണല്ലോ വിൽക്കുന്നത്? നിന്റെ ഭർത്താവിന് മക്കൾക്ക് പൊന്നു കണ്ടൂടെ? പണയം വെച്ചിട്ടുണ്ടാവും. വെറുതെ ലോക്കറി കൊണ്ട് വെച്ച് എന്നെ കൊണ്ട് പറയണ്ട. ഞാൻ ഇട്ട ആൾക്കൊന്നും എനിക്ക് അസൂയ, എനിക്കതാ തോന്നുന്നത്. അതിനെന്താ പേടിയായിട്ട് നോക്കുന്നു. അന്ന് ഞാൻ മോനോട് പറഞ്ഞു, അന്നേരം തന്നെ ആ വാങ്ങിക്കൊടുത്തു. ഇത് മുക്കിന്റെ ഓർഡർ ചെയ്തിട്ട് മരുമോനോട് പറഞ്ഞു. നിന്റെ മോങ്ങോട് പണയം വെച്ചിട്ടുണ്ടാവും. അവനെ എനിക്കറിയില്ലേ ആരാ മുതല്.
ആ വിട്, നമ്മുടെ കാര്യം വിട്ടേക്ക്. നമ്മൾ ഇവരിന്റെ കാര്യം സംസാരിക്കാനല്ലേ വന്നു. ഇപ്പൊ അവൾ ഇത്ര നേരം കാണുന്നില്ലല്ലോ. അനിൽ ഇതാ പുതിയ കാറ് വാങ്ങിയിരിക്കുന്നു. ഓ, നീ അറിഞ്ഞില്ല അല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഞാനൊക്കെ അത് അന്നേ കണ്ടു. എന്നിട്ട് എന്നോട് പറയാത്തെന്ത്? എന്ത് പറയാനുണ്ട് ഇപ്പൊ? ഞാൻ അവൾക്കൂടെ മിണ്ടാട്ടോ ഇല്ല. എന്ന് കാറ് വാങ്ങി അന്ന് തുടങ്ങി അവളെ സംസാരിക്കലേ നിർത്തി. അവളെ കണ്ട ഞാൻ അങ്ങോട്ട് തിരിഞ്ഞങ്ങ് പോകും. ഭയങ്കര സ്നേഹത്തിലായിരുന്നല്ലോ. സ്നേഹത്തിലൊക്കെ ആയിരുന്നു. എന്നാ കാറ് വാങ്ങുമ്പോ ഒരു വാക്ക് പറയണ്ടേ കാറ് വാങ്ങുന്നു എന്നുള്ളത്? പൊങ്ങച്ചക്കാര് നമ്മുടെ അടുത്ത് ഒരു സാധനം പറയില്ല. ഓരോന്നോരോന്നോരോന്ന് വരുമ്പോഴാണ് നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. നമ്മളൊക്കെയാണെങ്കിൽ എന്തെങ്കിലും പറയും, ഇതാ വാങ്ങാൻ പോകുന്നുള്ളു. ഇല്ല, പറ്റുകയാണെങ്കിൽ ആ വാശിക്ക് എനിക്കൊരു കാറ് വാങ്ങണം. ഇന്ന ശേഷം ഞാൻ എടുത്ത് മിണ്ടുള്ളൂ. അല്ലെ, ഇപ്പൊ ഒരു കാറ് വാങ്ങി പറയേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് സംഭവം അതൊന്നും അല്ല. കാറ് വാങ്ങിയത് ഇഷ്ടപ്പെടാണ്ട് പറയാണ്ടൊന്നും അസൂയ പറഞ്ഞ സത്യം പറഞ്ഞ അസൂയല്ലേ. അസൂയ ആണെങ്കിൽ അസൂയ. നീയും അതിൽ വിട്ടവളൊന്നും അല്ലാലോ. ആര് വേണമെങ്കിൽ കാറ് വാങ്ങിക്കോട്ടെ, പക്ഷെ അവള് വാങ്ങരുത് കാറ്. അതെനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അത്രയാണ്. ചേച്ചി പേടിക്കണ്ട, വല്ല ലോണിലൊക്കെ ആയിരിക്കും. ലോണിലായിരിക്കും, പക്ഷെ പുറത്ത് പറയില്ലല്ലോ. പുറത്ത് ആൾക്കാരാണ് ഇതാ മുറ്റത്തൊരു കാറ് കിടക്കണം എന്നുള്ളത്. അതെ, അതിന് മാത്രം വലിയ പണിയുണ്ടോ? അതിന് മാത്രം വലിയ പണിയൊന്നും. കുറച്ച് കഴിയുമ്പോഴേ ആ കാറങ്ങ് ലോണുകാർ വന്ന് കൊണ്ടുപോകും. ഫുള്ള് ലോണായിരിക്കും. എന്നെ വിളിക്കണം കേട്ടോ. അന്ന് വിളിക്കാം നമുക്ക്. അന്ന് നമുക്ക് പടക്കം പൊട്ടി ആഘോഷിക്കാം. പടക്കമൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി പഠിക്കാം. എന്താന്ന് അറിയാം, ഇവരെ കാറ് കൊണ്ടുപോയിട്ടാണ്. എന്തിനു വെറുതെ? അല്ല, നമ്മൾ അറിയുന്നില്ല. നാട്ടുകാർ വിചാരിക്കും നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ടോ? നമുക്ക് ആരോടാ ആരോ നന്നാവട്ടെ, നമുക്ക് എന്താ? കൊണ്ടുപോകുന്ന ദിവസം എന്നെ ഒന്ന് വിളിക്കണം. അതിപ്പോ അടുത്ത് തന്നെ പോകും. അമ്മാതിരിയാണ് ഇപ്പൊ 1000 രൂപയൊക്കെ കൊടുത്താൽ മതി തോന്നുന്നു, കാറ് കിട്ടും. കിട്ടൂലേ? 1000 രൂപ കൊടുത്താൽ മതി. എന്നാലും അടച്ചു കൊടുക്കണ്ടേ? നല്ലോണം പൈസ അടച്ചു കൊടുക്കണ്ടേ? അടക്കലൊക്കെ പിന്നല്ലേ. അതിന് മുമ്പ് അവര് കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരും. പിന്നെ കൊണ്ടുപോയാൽ എന്ത് രാഗിനൊക്കെ ആദ്യമായിട്ടല്ലേ കാർ കയറാൻ പോകുന്നു. നമ്മളെങ്കിലും അടുത്ത വീട്ടുകാരുടെ കല്യാണിച്ചപ്പോ കാറി കയറിയിട്ടുണ്ട് പറയാം. ഇവള് കല്യാണത്തിന് ആര് വിളിച്ചാലും പോയില്ല. നല്ല അവസ്ഥ. ഒരാഗ്രഹമല്ലേ? നടക്കട്ടെ, വാങ്ങട്ടെ, ഒരാഗ്രഹമൊക്കെ തീർക്കട്ടെ. ശാലിനി സംസാരിക്കട്ടെ. വില അറിയാനെങ്കിലും ഒന്ന് ചോദിക്കാൻ. ശാലിനി, എന്തൊക്കെയുണ്ട്? ആ, എന്താ വിശേഷം? പൂച്ച പ്രസവിച്ചാ? ഞാൻ കണ്ടു ഇന്നലെ. ആ, ശരി ശരി. നീ എന്താ പൂച്ച പ്രസവിച്ച ചോദിക്കണേ? കാറിന്റെ വില എത്രയാ ചോദിക്കേ? അതറിയാൻ എനിക്കൊരു മനസ്സമ്മതം. വിളിക്കേ. എന്തിന്? അവള് പോട്ടെ. ഞാനേ കാറ് മുറ്റത്ത് കിടക്കുന്ന കണ്ടു എന്നുള്ള ഭാവേ നടിച്ചിട്ടില്ല. നമ്മൾ എന്തോരം കാറുകൾ കണ്ടിരിക്കുന്നു. എന്നിട്ട് നിന്റെ കാറ് എത്രയാണ് എന്താന്ന് ചോദിച്ചിട്ട് വേണം അവള് പിന്നെയും അങ്ങോട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട്. അതെന്തായാലും വേണ്ട. എനിക്ക് തോന്നുന്ന സുരഭിയില്ലേ, അവളിതിനൊക്കെ വിളിക്കുക. അവളെ നമുക്ക് ന്യൂട്രലായിട്ട് വിടാം. അവള് പോയി ചോദിച്ചിട്ട് വരട്ടെ. അവൾക്കാണെങ്കിൽ അങ്ങനെ വലിയ വിവരമൊന്നുമില്ല. ഞാൻ വൈകുന്നേരം ഒരു ചായക്ക് വിളിക്കാം. പൂള പിഴിഞ്ഞിട്ടിട്ട് അപ്പം വഴിയുണ്ട്. വില അറിഞ്ഞാ പോരെ? വില അറിഞ്ഞാൽ മതി. പിന്നെ എന്താ അറിയണം? വില അറിയണം. വില അറിഞ്ഞിട്ട് എത്ര EMI അടയ്ക്കണം കൂടി നമ്മൾ അറിയണം. ഞാൻ അവളോട് പറയാ, ചോദിക്കാം. അവളെല്ലാം അറിഞ്ഞിട്ട് വരും. എന്റെ മനസ്സമാധാനം പോയി. അവൾ എന്നാ കാറ മുറ്റത്ത് കൊണ്ടുവന്ന് എന്റെ മോൻ പറഞ്ഞു, അമ്മേ അവര് കാറ് വാങ്ങിയിരിക്കണമെന്ന്. അതിൽ മാത്രം അത് കാണാനൊന്നും കൊള്ളില്ല. ഒത്തിരി ഉണ്ട് അല്ലേ? ഇത്തിരിയൊന്നും അല്ല, അത് വലുതാ. എന്റെ കണ്ണിന് അങ്ങനെ തോന്നുന്നില്ല. ഇത്തിരിയൊന്നും അല്ല, അത് വലുതാ. ഇത്തിരിയാണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അവര് വലിയ കാറാ വാങ്ങിയിരിക്കുന്നത്. AC ഒക്കെ ഉണ്ടാകായിരിക്കും. AC എന്തായാലും കാർ. ബാലകൃഷ്ണനോട് പറയണം. ഓ, ബാലകൃഷ്ണൻ അങ്ങനെ കാറല്ല വാങ്ങുന്നത്. പിന്നെ എന്റെ ബാലകൃഷ്ണൻ അങ്ങനെ ഇതാക്കൊന്നും വേണ്ട. നിങ്ങളുടെ സഹദേവ വേണ്ട കാര്യം എന്താ? ഒരു ചെറിയ ഇലക്ട്രിക് സ്കൂട്ടർ അത് തള്ളണമെങ്കിൽ നിങ്ങൾ പിടിച്ചു കൊടുക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് കാറ് വാങ്ങാം. അപ്പൊ ഞങ്ങൾക്ക് പറ്റൂല അല്ലെ? നിങ്ങൾ ആരെ വേണമെങ്കിലും പറഞ്ഞു എന്റെ ബാലകൃഷ്ണൻ തൊട്ട് വിളിക്കും. എന്റെ രാകേഷ് ഒന്ന് പച്ച പിടിക്കട്ടെ. കാറും വാങ്ങും, ഫ്ലൈറ്റും വാങ്ങും ഒക്കെ ഞങ്ങള്. രാകേഷ് പച്ച പിടിക്കുകയല്ലേ, ഒരു പച്ച മരത്തിൽ പോയി പിടിക്കണം. രാകേഷിന്റെ പോക്ക് കണ്ടാൽ തന്നെ അറിയില്ല. അപ്പൊ ഈ ജന്മത്ത് പച്ച പിടിക്കാൻ എനിക്ക് തോന്നില്ല. നിങ്ങൾ നടക്ക് അകത്ത്. അമ്മായിമാര് ഇവിടെ നിൽക്കുക, ചായ ഒന്നും കുടിച്ചില്ലേ? ആഹാ, ഞങ്ങൾ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞോ? ആ അമ്മായി, ജോലിക്ക് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് ഓൺലൈൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട്. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല.
എന്തായാലും നല്ല സുഖല്ലേ, ഇവിടെ ഒന്ന് മഞ്ചാടി ഒരുക്കി കളിക്കാ, നടക്കണം എന്ന് തോന്നുമ്പോ നടക്ക, ചായ കുടിക്കണം എന്ന് തോന്നുമ്പോ ചായ കുടിക്കാം, പൈസ മാസം മാസം വരികയും ചെയ്യും. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു രാകേഷിന് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്താലോ എന്ന്. അല്ല അതിനെ രാകേഷിന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാനൊക്കെ അറിയോ? പിന്നെ ലാപ്ടോപ്പ് നീ അതിന്റെ കാര്യം അങ്ങ് വിട്. അല്ല മോനെ, ആ കുട്ടൻ കാറ് വാങ്ങിയിട്ടുണ്ടല്ലോ, നീ അതറിഞ്ഞോ? കാർ വാങ്ങിയതോ? ആര്, കുട്ടനോ? ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കൊള്ളാലോ, നല്ല വണ്ടിയില്ലേ? നല്ല കാറ്. അതിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. ഇത് പിന്നെ കുറച്ച് ദിവസത്തേക്ക് എവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞാ പിന്നെ ലോണുകാർ കൊണ്ടുപോകില്ലേ, കടത്തില്ല അതൊന്നും വാങ്ങിയത്, അല്ലാണ്ട് ആ ചെക്കൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അല്ല ഒരു കാര്യം ചെയ്യും, അമ്മായിക്ക് എത്ര രൂപയാണ് ആ കാറിന് ചെലവായെന്ന് അറിയണമെന്ന് മോനൊന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. അമ്മായിക്കോ? അമ്മായി ഇപ്പൊ കാറിന്റെ വില അറിയുന്നത്? കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഓ, കാറ് വാങ്ങുന്നു. അയ്യോ, ഉള്ള ബൈക്ക് തന്നെ കേട് വന്നിട്ട് വർഷങ്ങളായി അവിടെ കിടക്കും, നന്നാക്കാൻ പൈസ ഇല്ലാണ്ട്. അതല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ നമ്മളൊക്കെ അയൽക്കാരല്ലേ, അതാ ഞങ്ങൾ ഇങ്ങനെ ഒരു കാറ് വാങ്ങാൻ പോകുന്നുണ്ട് എന്ന് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? 100 വർഷം എൻ്റെ അടുത്ത് വരുമല്ലോ, ഉള്ളി വേണം, പച്ചമുളക് വേണം, തക്കാളി വേണം പറഞ്ഞിട്ട് ഇതൊരു വാക്ക് പറഞ്ഞില്ല. എന്നിട്ട് അവസാനം കാറൊക്കെ വാങ്ങി മുൻപിൽ കൊടുത്ത് ഒരു ലഡുവും കൊണ്ടുവരുന്നു. ഞാൻ ആ ലഡുവിന് അറ്റേറ് കൊടുത്തു, അതോടെ അവളുടെ മുണ്ടിൽ നിർത്തി. ആ മോനെ പാവം, അമ്മായിക്ക് നല്ല വിഷമായി. അല്ല പിന്നെ അമ്മായിക്ക് ചോദിച്ചൂടെ? എനിക്കത് കണ്ടപ്പോ എന്തൊക്കെയോ ഒരു വിഷമം. അപ്പൊ പിന്നെ ഞാൻ കാറ് കണ്ട ഭാവേ നടിച്ചില്ല. അവിടെ ഒരു പൂച്ച പ്രസവിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ച് അങ്ങോട്ട് സംസാരിച്ചാൽ അത് ആ കാര്യം അങ്ങോട്ട് വിട്ടു. അതാണ്, എനിക്കും ചോദിക്കാൻ പറ്റില്ല. രണ്ടാക്കും അസൂയും കുശുമ്പനും ഒരു കുറവ് ഇതുവരെ വന്നിട്ടില്ലല്ലേ? അസൂയോ? കുശുമ്പോ? അതന്നെ, ആർക്ക് അസൂയ? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാന്നുള്ളത് നമ്മുടെ ഒരു നാട്ടു മര്യാദയല്ലേ? ഒന്നും അറിയാണ്ട് നിന്നെ പോലെ ബാംഗ്ലൂരും പോയിരുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കാൻ പറ്റുമോ? നാട്ടുകാരെ കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ? നാട്ടുകാരെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ചോദിക്കണം, നിങ്ങളുടെ മനസ്സിലൊരു കുഴപ്പം ഇല്ലെങ്കിൽ. ഇതിപ്പോ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മതിലും ഇതൊക്കെ പിടിച്ച് തൂങ്ങി നോക്കുക, എന്നിട്ട് വെറുതെ അവരെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറയാ, ഇതാണ് നല്ല രീതി? നിങ്ങൾ നേരത്തെ റൂം എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. രമേശിന്റെ മോന് ഇവിടെ വന്നിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി, പിന്നെ അത് 5 or 10 ഞാനിവിടെ ഓൺലൈൻ വർക്ക് ചെയ്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമ്മായിമാരെ ഒരു കാര്യം മനസ്സിലാക്കണം, ആരെങ്കിലും എന്തേലൊക്കെ ചെയ്ത് എന്തേലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതവന്റെ കഴിവ് കൊണ്ടാ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കേട്. അല്ല അമ്മായിക്ക് ഇപ്പൊ എത്ര വയസ്സായി? ആ, എനിക്ക് 50-50 വയസ്സായി. അമ്മായിക്കോ? എനിക്കും അങ്ങനെയൊക്കെ ഏകദേശം ആയി. ആ ആയിണ്ട്. ഞാനേ ഇവിടുന്ന് ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ പോയിട്ട് ഏകദേശം ഒരു 10-24 വർഷമായി. ഈ ഇടയ്ക്കൊക്കെ ഒന്ന് വരുമ്പോ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഇവരുടെ കുറ്റങ്ങൾ പറയാൻ മാത്രമേ നേരുള്ളൂ. ഇത്രയും വർഷമായില്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചേഞ്ചും ഇല്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ശീലിച്ചു പോയി മോനെ. ഈ നാട്ടും പുറത്തും 4 വീടല്ലേ കാണുന്നുള്ളൂ, സിറ്റിയിലൊന്നും അല്ലല്ലോ അല്ലെ താമസം. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ വേണ്ടേ? പണിയൊന്നും ഇല്ല ഞങ്ങൾക്ക്. അതന്നെ. ഞാൻ എപ്പോഴും ഓരോരോ ബാലകൃഷ്ണേട്ടന്റെ അമ്മയെ നോക്കിയിട്ട് അങ്ങനത്തൊക്കെ ഒരു തിരക്ക്. അതാണ്. ചേച്ചിക്കാണെങ്കിൽ പഠിക്കുവാൻ മതി. പിന്നെ ആരെങ്കിലുമൊക്കെ നന്നാവുമ്പോ എന്തായാലും ഒരു അസൂയുണ്ട് അല്ലേ? അതുകൊണ്ട് ഞങ്ങക്ക് വേറെ അസൂയും കുശുമൊന്നുമില്ല, ഒരു നെഞ്ചിലൊരു പെടക്കല്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലമ്മായി, മനോജിന് ഇപ്പൊ എന്താ പണി? അവന് കാര്യമായിട്ട് പണിയൊന്നും ഇല്ല മോനെ. ഞാൻ വിചാരിക്കുക ഒരു ലാപ്ടോപ്പും വാങ്ങിക്കൊടുത്ത് നിന്നെ പോലെ അങ്ങ് വീട്ടിലിരുത്തി കഴിഞ്ഞാലേ കുറേ പൈസ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് വിചാരിക്കുകയാണ്. ലാപ്ടോപ്പ്, അതിനാ ചെക്കൻ ഫോണൊന്ന് തലയെടുത്തിട്ട് വേണ്ട 24 മണിക്കൂർ ഫോണിലും തലയും കുത്തി ഇരിക്കുക. കുട്ടികള് 2, ആ പെണ്ണ് ജോലിക്ക് പോയിട്ട് വേണം കുടുംബം നോക്കാൻ. അതാണ് അവസ്ഥ. നീ വലിയ കുറ്റമൊന്നും പറയണ്ട. നിന്റെ മോൻ എന്താ പണിയുള്ളത്? മോൻ അറിയുന്നതല്ല, 7ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അവന് എന്ത് വലിയ പണി കിട്ടാനാ? ഇപ്പൊ ഒരു ദിവസം പണിക്ക് പോയാലോ 10 ദിവസം പണിക്ക് പോലെ. ഇപ്പൊ ഏതൊരു പെണ്ണിനെയും കൂട്ടുവാണ്ടിരിക്കുകയല്ലേ, അതിന് ചെലവിന് കൊടുക്കുന്നത് ആരാ? ബാലകൃഷ്ണൻ. എന്നിട്ട് ഇവിടെ എല്ലാം മറച്ചു വെച്ചിട്ട് എന്റെ മോനെ കുറ്റം പറയാം. അപ്പൊ ഇതാണ് അമ്മായിമാരുടെ കഥ. വെറുതെ ഇങ്ങനെ നാട്ടുകാരെ നോക്കി അവൻ അത് വാങ്ങി, അവൻ ഇത് വാങ്ങി, ഇവൻ ഇതുണ്ട്, ഇത്ര പൈസ വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ സമയത്ത് സ്വന്തം വീട്ടിലത്തെ കാര്യം നോക്കി നടന്നിരുന്നെങ്കിലോ?
മര്യാദയ്ക്ക് മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് നല്ല നിലയ്ക്ക് എത്തിച്ചിരുന്നെങ്കിൽ അമ്മായിന്റെ മക്കൾക്ക് വാങ്ങിക്കൂടെ വീടും കാറും സ്ഥലവും വേണ്ടതൊക്കെ. അമ്മായിക്ക് ഹോട്ടൽ തുടങ്ങിക്കൂടെ, അവൻ 5 6 തുടങ്ങിയതുപോലെ. ഇതിപ്പോ അവസാനം എന്തായി? നിങ്ങൾ നാട്ടുകാരെ വായി നോക്കി അവരെ കുറ്റം പറഞ്ഞ് നടന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബം പെരുവഴിയിലുമായി, അവരൊക്കെ നല്ല നിലയിൽ എത്തുകയും ചെയ്തു. നിങ്ങൾ ഇനി മാറിയിട്ടില്ലെങ്കിലേ ഇതൊക്കെ അവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പൈസന്റെ വില തരും നിങ്ങൾക്ക്. സത്യം പറയാൻ നിങ്ങളൊക്കെ എന്റെ അമ്മായിമാരാന്ന് പറയുന്നല്ലേ എനിക്കെന്നെ നാണക്കേടാ. നിങ്ങളൊക്കെ മാറി ചിന്തിക്കുന്ന കാലം കഴിഞ്ഞു. അമ്മ വരാൻ സമയമാവും. എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട്. അമ്മായിമാർ ഇവിടുന്ന് പോകുമ്പോഴേ ഇവിടുത്തെ ഇല്ലാത്ത കഥകളൊന്നും വേറെ വീട്ടിൽ ചെന്ന് പറയാൻ നിൽക്കരുത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ അതിപ്പോ പോവാണോ? ഇല്ല മോനെ, ഞങ്ങൾ നിക്കുന്നില്ല. എന്നാ പോകുക അല്ലേ? ഞങ്ങൾ ഇറങ്ങട്ടെ, അമ്മ വന്നാ പറഞ്ഞാ മതി. ചെക്കൻ നമ്മളെ പഠിപ്പിക്കാൻ വന്നിരിക്കും. ആന്ന്, ഇതിപ്പോ നമ്മുടെ കൈ കിടന്ന് വളർന്ന ചെക്കനാ. അപ്പൊ നമ്മൾ ആരോ അങ്ങനെ സംസാരിക്കണ്ടല്ലോ, ഉപദേശിക്കാൻ വരും അപ്പൊ നമ്മളെ. അവൻ അങ്ങനെയും പറയും, അതിന്റെ അപ്പുറവും പറയും. ഇനിയിപ്പോ നാട്ടിലിരിക്കുന്നത് ബാംഗ്ലൂര് പോയി വേണ്ടേ, വലിയ പരിഷ്കാരി. ഈ അമ്മന്റെ മോനല്ലേ, അമ്മന്റെ പരിഷ്കാരം അങ്ങനെ തന്നെ ഉണ്ടാവും. അവള് 2000 രൂപ പൊമ്മച്ചക്കാരി. ചോദിക്കണം വിചാരിച്ചു വന്നാണ്, ഇപ്പൊ അത് നടന്നില്ല. ഈ ആദ്യം 6000 മനസ്സ് കൊടുത്തോ? കൊടുത്തിട്ടില്ല, ഇനിയിപ്പോ കൊടുക്കണില്ല. നീ കൊടുക്കാണ്ട് തന്നെ എനിക്ക് വല്ലതും ചോദിക്കാൻ പറ്റുമോ? വന്നേ ഫോൺ കൊടുക്കാനുണ്ടോ? ഇതിലൂടെ നടക്ക്. അത് കാരണം നമുക്കാണ് അസൂയും കുശുമ്പോ, ഈ നാട്ടുകാരെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന അസൂയും കുശുമ്പോ. അവൻ അങ്ങനെയൊക്കെ പറയും. അതെ, ഞാൻ നന്നായിട്ടില്ലെങ്കിൽ നാട്ടുകാർ നന്നാണ്, അതാണ് എന്റെ ചിന്ത. ഞാൻ അങ്ങനെ തന്നെയല്ലേ. അത് നമുക്കറിയാലോ, നമ്മളെ സത്യം നമുക്കറിഞ്ഞാൽ മതി.